നമ്മൾ അല്പസമയം ദൈവവചനം ചിന്തയ്ക്കായി നമ്മൾ എടുക്കുമ്പോൾ സ്തോത്രം, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിനകത്ത് ഹല്ലേലൂയ ഈ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. യേശു കർത്താവ് എൻ്റെ വായിൽ നിന്ന് പറഞ്ഞ വചനവാക്യമാണ്. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 15. വചനം ഇങ്ങനെ പറയുന്നു: "The time promised by God has come at last," he announced. "The kingdom of God is near. Repent of your sins and believe the good news." എന്ന് വായിച്ചേ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. The kingdom of God is here. The kingdom of God is near. The kingdom of God is upon you. ഹല്ലേലൂയ. ദൈവരാജ്യം വന്നിരിക്കുന്നു, അല്ലേ? ദൈവരാജ്യം എന്ന് പറയും. ദൈവരാജ്യം വന്നാൽ സ്തോത്രം, പിന്നെ വേറൊരു രാജ്യത്തിനും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഒരു പൊളിറ്റിക്കൽ പവർ, അല്ലേ? ഒരു രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ പവർ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പൊളിറ്റിക്കൽ പവറിന് അവിടെ പിന്നെ വാഴാൻ പറ്റത്തില്ല. കോalition ഗവൺമെൻറ് ഒന്നും സക്സസ്ഫുൾ ആകത്തില്ല. നമ്മളുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്ത ഗവൺമെൻറ്റാണ്. അടുത്ത ഇലക്ഷൻസിൽ കോൺഗ്രസ് വിൻ ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളാണ് ഇത്രയും നാളും ഭരിച്ചത്, നിങ്ങൾ വിൻ ചെയ്തതൊക്കെ അവിടെ കിടക്കട്ടെ, ഞങ്ങൾ വേണം ഭരിക്കാനെന്ന് പറഞ്ഞ് അവർക്ക് ഭരിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഒരു ഗവൺമെൻറ് വന്നാൽ അടുത്ത ഗവൺമെൻറ് ഇറങ്ങിപ്പോകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ യേശു കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം വന്നിരിക്കുന്നു, സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ സ്വർഗരാജ്യത്തിനകത്താ. ഹല്ലേലൂയ. ഞാൻ ദൈവരാജ്യത്തിനകത്താ. അതല്ലേ കർത്താവിൻ്റെ വചനം പറയുന്നത്? ഒരു നാൾ നമ്മൾ ഇരുട്ടിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു, പക്ഷേ ഇന്നോ പുത്രൻ്റെ അത്ഭുത പ്രകാശമുള്ള രാജ്യത്തിനകത്ത് നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊരു വലിയ മഹത്വമേറിയ കാര്യമാണ്. ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു അതിശയമാണ്. നമ്മൾ ഇരുട്ടിൻ്റെയും സാത്താൻ്റെയും രാജ്യത്തിലായിരുന്നു, പക്ഷേ യേശുവിൻ്റെ വലിയ സ്നേഹം എന്ത് ചെയ്തു? നമ്മളെ ആ ഇരുട്ടിൻ്റെയും സാത്താൻ്റെയും രാജ്യത്തിനകത്തുനിന്ന് നമ്മളെ വെളിച്ചത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിനകത്തേക്ക് നമ്മളെ കയറ്റി നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. ഇതൊരു മഹാഭാഗ്യമാണ്. സ്വർഗരാജ്യത്തിനകത്ത് നന്മയാണ്, സ്വർഗരാജ്യത്തിനകത്ത് അനുഗ്രഹമാണ്, സ്വർഗരാജ്യത്തിനകത്ത് സകല കണ്ണുനീരും മാറുന്ന ഇടമാണ്. ഹല്ലേലൂയ. ദൈവം വാഴുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലുമൊക്കെ ഭയന്ന് പിശാച് ജീവിതത്തിനകത്ത് കയറി മറിഞ്ഞ് അതും ഇതും ചെയ്തുകൊണ്ടിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയന്നിരിപ്പുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണോ വസിക്കുന്നത്? എന്നാൽ അവിടുത്തെ രാജാവ് ദൈവമാ. ഹല്ലേലൂയ. അവിടെ പിശാചിന് ഇടം കൊടുക്കല്ലേ. ഹല്ലേലൂയ. പിശാചിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ അവിടെ ഇവിടെയൊക്കെ സൈഡിൽ നിന്നിട്ട് ഓരോന്നൊക്കെ അതും ഇതുമൊക്കെ പറഞ്ഞും ചെയ്തും ഒക്കെ ഇരുന്നിരിക്കും. പക്ഷേ ഹല്ലേലൂയ, നിങ്ങളുടെ മേലെ അധികാരമുള്ളത്, ആധിപത്യമുള്ളത് ഹല്ലേലൂയ യേശു കർത്താവിന്. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, എന്നെ ദൈവരാജ്യത്തിനകത്താക്കി വെച്ചിരിക്കുന്നേ. അവിടെ വാഴുന്നത് ദൈവമാ. ഹല്ലേലൂയ. അവിടെ വാഴുന്നത് എൻ്റെ കർത്താവാ, കുഞ്ഞാടാ വാഴുന്നത്. ഹല്ലേലൂയ. അവിടെ വേറെ ഒന്നിനും വാഴാൻ ഇടമില്ല, ഇടം കൊടുക്കല്ലേ. ഹല്ലേലൂയ. യേശു മാത്രമാ രാജാവ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം ദേണ്ട വന്നിരിക്കുന്നു, ദൈവരാജ്യം നിങ്ങളുടെ സമീപത്ത്. സ്തോത്രം. അപ്പം നമ്മൾ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചത് അത്ഭുതത്തിലൂടെ, അല്ലേ? കർത്താവ് നമ്മളെ ആകർഷിച്ചു. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ രാജ്യത്തിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഇന്ന് പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തു നിറഞ്ഞ് വചനം കേട്ട് ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിച്ച് എന്തൊരു കാര്യമുണ്ടെങ്കിലും യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതുമൊക്കെ, അല്ലേ? കർത്താവ് വാഴുന്ന ദൈവം രാജാവായി വാഴുന്ന ഒരിടമ സ്വർഗരാജ്യത്തിനെ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഒരു 6 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവരാജ്യത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും വസിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവരാജ്യം വന്നിരിക്കുന്നത് കാരണം വേറൊരു രാജ്യത്തിനും ഇനി ഇടയില്ല. കോalition ഗവൺമെൻറ് ദൈവത്തിൻ്റെ സ്വഭാവമല്ല. ദൈവം വന്നു കഴിഞ്ഞാൽ, ദൈവരാജ്യം വന്നു കഴിഞ്ഞാൽ ദൈവരാജ്യം മാത്രമേ വാഴത്തുള്ളൂ. സ്തോത്രം. ഇന്ന് ധൈര്യപ്പെട്ടിരിക്കുക, ഞാൻ ദൈവരാജ്യത്തിനകത്ത്
ദൈവരാജ്യം വന്നു കഴിയുമ്പോൾ സ്തോത്രം ഇരുട്ടിൻ്റെയും അന്ധകാരത്തിൻ്റെയും രാജ്യം ഇറങ്ങിപ്പോയി കഴിഞ്ഞു. ഹല്ലേലൂയ. അതിൻ്റെ നന്മകളും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിൽ ഉറപ്പായിട്ടും കാണും. ദൈവരാജ്യത്തിനകത്ത് വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പോൾ ദൈവരാജ്യത്തിനെ യേശു കർത്താവ് പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു അല്ലേ. അതിൻ്റെ 24-ാം തിരുവചനം മാത്യു ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 24 ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 11 ഒന്നെടുക്കാം, 11 ഒന്നെടുക്കാം, 13-11, മത്തായി 13-11, മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 11 ഇങ്ങനെയാണ് പറയുന്നത്. യു ആർ പെർമിറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സീക്രറ്റ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ ബട്ട് അതേഴ്സ് ആർ നോട്ട്. 12 പറയുന്നു, ടു ദോസ് ഹു ലിസൺ ടു മൈ ടീച്ചിങ് മോർ അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി ഗിവൻ ആൻഡ് ദേ വിൽ ഹാവ് എൻ അബണ്ടൻസ് ഓഫ് നോളജ് ബട്ട് ഫോർ ദോസ് ഹു ആർ നോട്ട് ലിസണിങ് ഈവൻ വാട്ട് ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ദേ ഹാവ് വിൽ ബി ടേക്കൻ അവേ ഫ്രം ദം. അതിൻ്റെ 11-12 യേശു അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. 12 പറയുന്നു, ഉള്ളവന് കൊടുക്കും, അവന് സംതൃപ്തി ഉണ്ടാവും, ഇല്ലാത്തവനോട് അവനുള്ളതും കൂടെ എടുത്തു കളയും. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് ദൈവരാജ്യത്തിനെ കുറിച്ച് പറയുന്ന രഹസ്യങ്ങളെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ദൈവരാജ്യത്തിനകത്ത് കുറച്ച് സീക്രട്സ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കണമെങ്കിൽ ചില സീക്രട്സ് എന്നാ കർത്താവ് ദൈവരാജ്യത്തിനെ കുറിച്ച് കുറച്ച് സീക്രട്സാണ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് ദ സീക്രട്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അപ്പം വിളിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവരാജ്യത്തിനകത്തെ രഹസ്യങ്ങളും മർമ്മങ്ങളും അറിയാൻ അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാത്തവർക്കോ കൊടുത്തിട്ടില്ല. എന്നിട്ട് വചനം പറയുന്ന അതിൻ്റെ 12-നകത്ത് പറയുന്നു, അവൻ ചില പഠിപ്പീര് കേൾക്കണം. ദോസ് ഹു ലിസൺ ടു മൈ ടീച്ചിങ്. അപ്പം കേൾക്കണം, വെളിപാട് കേൾക്കണം, ദർശനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കേൾക്കണം, വചനത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കേൾക്കണം. നമ്മൾ എത്ര കേൾക്കും തോറും നമ്മൾ വളരത്തേ ഉള്ളൂ. കർത്താവിൻ്റെ വചനം പറയുന്നു, ശ്രദ്ധയോടെ കേൾക്കുന്നവന് അവൻ എന്ത് കിട്ടും? അവന് അറിവ് കിട്ടും. ഹല്ലേലൂയ. പക്ഷേ അല്ലാത്തവർക്കോ അറിവ് കിട്ടും, അവന് ജ്ഞാനം കിട്ടും. പക്ഷെ കേൾക്കാത്തവനോ, ഹല്ലേലൂയ, അവൻ്റെ ആത്മകാതുകളും കൊണ്ട് കേൾക്കാത്തവനോ അവൻ ഉള്ള അറിവും കൂടെ എടുത്തുകൊണ്ട് പോകും. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടോ ദൈവരാജ്യത്തിനകത്തുള്ള ഓരോ കാര്യങ്ങൾ. അതാണ് നമ്മൾ പറയുന്നത്, വചനമൊക്കെ കേൾക്കാനിരിക്കുന്നിടത്ത് ഭയങ്കര ശ്രദ്ധയോടെ സ്തോത്രമൊക്കെ പറഞ്ഞ് ഇരിക്കണം. എന്താ? ഈ വചനം അകത്തൊന്ന് ക്രിയ ചെയ്യാൻ വേണ്ടി. വചനം ജീവൻ്റെ വിത്ത്. വചനം ജീവൻ്റെ വിത്തായ ഈ വചനം നമ്മൾ കേൾക്കുന്തോറും അകത്തേക്ക് കയറുന്തോറും ഹല്ലേലൂയ ഈ വചനത്തിന് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുണ്ട്, ജീവിതത്തിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം മാറണോ? വചനം ധ്യാനിക്കണം. നമ്മുടെ ജീവിതം നല്ലതായി വളർന്നു പന്തലിക്കുന്നത് കാണണോ? വചനം ധ്യാനിക്കണം, വചനം കേൾക്കണം. ഹല്ലേലൂയ. അവൻ ദൈവരാജ്യം യേശു കർത്താവ് വന്നിട്ട് 24-ാം തിരുവചനത്തിനകത്ത് യേശു കർത്താവ് ദൈവരാജ്യത്തിനെ കുറിച്ച് പറയുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ലൈക്ക് എ ഫാമർ ഹു പ്ലാന്റഡ് ഗുഡ് സീഡ് ഇൻ ഹിസ് ഫീൽഡ്. എന്നുവെച്ചാൽ അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിന് സദൃശ്യമാകുന്നു. ആമേൻ. അപ്പം വചനം കണ്ടോ, ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ലൈക്ക് എ ഫാമർ. ദൈവരാജ്യമോ ഒരു കൃഷിക്കാരനെ പോലെ ആയിരിക്കുന്നു. ആ കൃഷിക്കാരൻ യേശു കർത്താവ്. പക്ഷേ കർത്താവിൻ്റെ വചനം ഉപമ പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരനെ പോലെയാ. ഹല്ലേലൂയ. അപ്പം ഒന്നാമത്തെ കാര്യം, ദൈവരാജ്യം കൃഷിക്കാരനെ പോലെ. ഇപ്പം ദൈവരാജ്യത്തിനകത്തെ കൃഷിക്കാരൻ യേശു കർത്താവ. ദൈവരാജ്യം കൃഷിക്കാരനെ പോലെയാണെങ്കിൽ ദൈവരാജ്യം പോകുന്നിടത്തെല്ലാം വിത്തിട്ട് പോകും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വസിക്കുന്നത് ദൈവരാജ്യത്തിനകത്താണ്. നമ്മൾ നടക്കുമ്പോൾ ദൈവരാജ്യം നമ്മുടെ കൂടെ നടക്കുന്നു. നമ്മൾ ഇരിക്കുമ്പോൾ ദൈവരാജ്യം നമ്മളോടൊപ്പം ഇരിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവരാജ്യം നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെ ദൈവരാജ്യം സംസാരിക്കുന്നു. ഓ ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ നമ്മൾ എത്രയധികം സൂക്ഷിക്കണം. നമ്മുടെ വാക്ക് കേൾക്കുന്നവർ ദൈവരാജ്യത്തിനെയാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഇന്ന് ദൈവരാജ്യത്തിന് ചലിക്കണമെങ്കിൽ നിങ്ങളും ഞാനും വേണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയാ, ദൈവരാജ്യം ഒരു കൃഷിക്കാരനെ പോലെ. അപ്പം കൃഷിക്കാരൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ, കൃഷിക്കാരൻ്റെ ദേഹത്തൊക്കെ അയാൾ നിന്ന് വയലിലെ വിത്തൊക്കെ കാണും അല്ലേ. കുറേ വിത്തൊക്കെ വാരി എറിഞ്ഞപ്പം ദേഹത്തൊക്കെ എവിടെ
എവിടെയെങ്കിലുമൊക്കെ ആ വിത്ത് പറ്റിക്കാണും. കൃഷിക്കാരൻ നടന്നുപോയ വഴിയിലൊക്കെ ഈ വിത്ത് പലയിടത്തും വീണ് കാണും. സ്തോത്രം. വീണിടത്തൊക്കെ ദൈവരാജ്യം വളരുമെന്ന് ഹല്ലേലൂയ ഇന്ന് നിങ്ങളെയും എന്നെയും തിരുവചനം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ദൈവരാജ്യം നമ്മളിലുണ്ട് ഇന്ന് പറഞ്ഞ് എൻ്റെ അകത്ത് ദൈവരാജ്യം ഉണ്ട്. അതാ നമ്മളെ ഇരുട്ടിൽ നിന്ന് ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രകാശമായ രാജ്യത്തിനകത്താണ് ഇന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി നിർത്തിയിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളുടെ അകത്ത് ദൈവരാജ്യം ഉണ്ട്. ദൈവരാജ്യം നമ്മളുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ വിത്തിട്ട് പോകുക. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ വിത്തിട്ട് നമ്മൾ പോകുക. ദൈവരാജ്യം നമ്മൾ പോകുന്ന വഴികളിലൊക്കെ വളർന്നുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് 31 പറയുന്നു, ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ലൈക്ക് a mustard seed planted in a field. എന്ന് വായിച്ചേ ഈ 31 വേഴ്സ് നമ്പർ 31. മറ്റൊരു ഉപമ യേശു അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോടും സദൃശ്യം. ആമേൻ. അപ്പം സ്വർഗരാജ്യത്തിനെ എന്തുമായിട്ട് സാമ്യപ്പെടുത്തുന്നു? ഒരു കടുകുമണി പോലെ ചെറുതാ, പക്ഷെ അത് വളർന്ന് പന്തലിച്ച് അനേക കിളികൾ അതിൻ്റെ ശാഖയിൽ അതിൻ്റെ ബ്രാഞ്ചസിൽ വന്ന് ഇരുന്ന് അത് വലിയൊരു മരമായി അനേകർക്ക് താങ്ങും തണലും കൊടുക്കുന്നതാ ദൈവരാജ്യം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് എന്തുമായിട്ടാണ് ദൈവരാജ്യത്തിനെ രണ്ടാമത്തെ ഒരു കാര്യം യേശു കർത്താവ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ചെറുതാ, കടുകുമണി പോലെയാ. ചെറിയ ആരംഭങ്ങളായിരിക്കും, പക്ഷേ ഈ ചെറിയ ആരംഭങ്ങൾ വലുതായിത്തീരും. ചിലപ്പം പ്രാർത്ഥന ചെറുതായിരിക്കും, ഇന്ന് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ പറയട്ടെ, തീ കത്തിക്കുന്ന രാജ്യങ്ങളെ തീ കത്തിക്കുന്ന പ്രാർത്ഥനയായി അത് തീരും. ഹല്ലേലൂയ. ഇന്ന് ചിലപ്പം വാക്കുകളൊന്നും അറിയത്തില്ലായിരിക്കും, എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് വിധത്തിൽ പ്രാർത്ഥിക്കണം. ചിലവർ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. സാരമില്ലെന്നേ. ഹല്ലേലൂയ. ചെറുതാ, പക്ഷേ വലുതാക്കി തീർക്കാൻ എൻ്റെ കർത്താവിനറിയാം. ഇന്ന് വാചകം ഒന്നും കിട്ടുന്നില്ല പ്രാർത്ഥിക്കണമെങ്കിൽ, സാരമില്ല. ഹല്ലേലൂയ. അടുത്ത നാളുകളിൽ ദൈവം അത് കാട് പോലെ കത്തിക്കുന്ന, ഒരു കാടിനെ കത്തിക്കുന്ന വണ്ണം ഉള്ള ഒരു ശക്തിയാക്കി തീർക്കും. ഹല്ലേലൂയ. ദൈവരാജ്യം കടുകുമണി പോലെയാണെങ്കിലും അത് വലിയ വൃക്ഷമായി തീരുവാൻ അതിന് കഴിവുണ്ട്. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ കുടുംബം ചിലപ്പം, ഞാനും എൻ്റെ കുടുംബവും ചിലപ്പം മൊത്തത്തിൽ യഹോവയെ സേവിക്കുന്ന പരുവത്തിലായി കാണത്തില്ല. ഒരാൾ മാത്രമായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്, ചെറിയ ആരംഭമായിരിക്കും. സാരമില്ലെന്നേ. കുടുംബത്തിനെയും തലമുറകളെയും ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ നിങ്ങളുടെ ഒറ്റ ഒരാളുടെ പ്രാർത്ഥന മതി. ഹല്ലേലൂയ. ചെറുതായിരിക്കാം, പക്ഷേ വലുതാക്കി തീർക്കാൻ എൻ്റെ കർത്താവിന് ശക്തിയുള്ളവനാ. ഹല്ലേലൂയ. 33 വേഴ്സ് നമ്പർ 33 യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യം എന്ന് പറയുന്നത്, ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ലൈക്ക് ദ ഈസ്റ്റ് എ വുമൻ യൂസ്ഡ് ഇൻ മേക്കിംഗ് ബ്രെഡ്. എന്ന് വായിച്ചേ. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. ആമേൻ. പുളിച്ച മാവിനോട് സദൃശ്യം. അപ്പം പുളിപ്പിക്കുന്ന ഈസ്റ്റ് പുളിപ്പിക്കും അല്ലേ? അപ്പം പുളിപ്പിക്കുന്ന ആ ഈസ്റ്റിനെ പോലെ ആക്കിയിരിക്കുക, അതിനോട് സമീപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിനെ. അല്ലേ? അതിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്, കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ അധികം ഒന്നും ഇടണ്ട. എത്ര 3 കിലോ ഗോതമ്പുണ്ട് അല്ല അരിമാവുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒരു പിഞ്ച് എടുത്താൽ മതി അല്ലേ? ഒരു അല്പം ഒന്നെടുത്ത് പിച്ചി ഒരു അല്പം ഒന്നെടുത്തിട്ട് അതിനകത്തോട്ടൊന്ന് ഇട്ടാൽ മതി. ഈസ്റ്റ് അവിടെ കിടന്നിട്ട് ആ മാവിനെ മൊത്തം പുളിപ്പിക്കും. ഹല്ലേലൂയ. അതിൻ്റെ ആ പാത്രത്തിനകത്ത് കിടക്കുന്ന മാവിൻ്റെ ഒരു കോണ് പോലും കാണത്തില്ല പുളിച്ചു പോകാത്തത്. ഹല്ലേലൂയ. ഇന്നൊരു വ്യക്തി മതി ഒരു കുടുംബത്തിനകത്ത് യേശുവിനെ അറിഞ്ഞത്. ഇന്നൊരു വ്യക്തി മതി ഒരു സമൂഹത്തിനകത്ത് മൊത്തം യേശുവിനെ അറിഞ്ഞത്. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ഒരാൾ മതി. ഹല്ലേലൂയ. ഒന്ന് മുട്ടുമടക്കി ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ, ആ ദേശത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ, കുടുംബത്തിനകത്തുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാമെങ്കിൽ ദൈവത്തിന് വലിയ അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തി മതി ഒരു ദേശത്തിനെ മൊത്തം ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ. സമയമെടുക്കുമായിരിക്കാം, പക്ഷേ നമ്മൾ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഈ പുളിപ്പ് ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ മാവ് പുളിച്ച് വരത്തില്ല അല്ലേ? ഒരു അല്പസമയം എടുക്കും. ചിലപ്പം 2 മണിക്കൂർ എടുക്കും, 6 മണിക്കൂർ എടുക്കും, 12 മണിക്കൂർ എടുക്കും. പക്ഷേ സമയമെടുത്താണെങ്കിലും ആ മാവ് മൊത്തം പുളിച്ചിരിക്കും. ഹല്ലേലൂയ.
ഹാലലുയ. ഞാൻ പറയട്ടെ, ഒരു വ്യക്തി മതി ദേശത്തിൻ്റെ മുഖം മാറ്റാൻ വേണ്ടി. ഹാലലുയ. ഒരു വ്യക്തി ഒരു കുടുംബത്തിനകത്ത് യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി എഴുന്നേറ്റാൽ മതി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമേ മാറും. ഹാലലുയ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറും. സ്തോത്രം. ഹാലലുയ. ദൈവരാജ്യം ഇന്ന് കർത്താവിനോട് പറയണം, ദൈവരാജ്യം എന്നിലൂടെ പരിവർത്തിക്കട്ടെ. ഹാലലുയ. നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിനെ കൊണ്ട് നടക്കുന്നവരാ. അപ്പം ഈ കൊണ്ട് നടക്കുമ്പം കർത്താവ് പറഞ്ഞത് ശ്രദ്ധിക്കണം. 1, കൃഷിക്കാരനെ പോലെ; 2, ഒരു ചെറിയ കടുകുമണി പോലെ; 3, ഒരു അല്പം ഈസ്റ്റ് പോലെ. ഹാലലുയ. 4, 44 തിരുവചനം പറയുന്നു, ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ലൈക്ക് എ ട്രഷർ ദാറ്റ് എ മാൻ ഡിസ്കവേർഡ് ഹിഡൻ ഇൻ എ ഫീൽഡ്. എന്ന് വായിച്ചേ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയെ പോലെ. ഹാലലുയ. അപ്പൊ സ്വർഗരാജ്യം എന്താണ്? വിലമതിക്കാനാകാൻ പറ്റാത്ത വണ്ണം ഒരു നിധിയ. ഈ കൃഷിക്കാരനെ ഈ മനുഷ്യനെ നോക്കിക്കേ. അയാൾ എന്താ മേടിച്ചത്? അയാൾ ആ വയലാ മേടിച്ചത്. വയലിന് മാത്രമേ അയാൾ വില കൊടുത്തുള്ളൂ. പക്ഷേ വിലമതിക്കാൻ പറ്റാത്ത നിധി, ഒളിഞ്ഞു കിടന്ന നിധി അയാളുടെ സ്വന്തമായി തീർന്നു. ഹാലലുയ. സ്തോത്രം. ഇന്ന് ദൈവരാജ്യത്തിനെ താരതമ്യപ്പെടുത്തുന്നത് ഒരു ഒളിഞ്ഞു കിടക്കുന്ന നിധി പോലെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ നിധിയാണ് ദൈവരാജ്യം നമ്മളുടെ ജീവിതത്തിനകത്ത് വരുന്നത്. ഹാല്യ. ഞാൻ വീണ്ടും പറയട്ടെ, ഹാല്യ, 2 രാജ്യത്തിന് ഒരുമിച്ച് ഭരണമേൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവരാജ്യം വന്നു. നമ്മൾ ദൈവരാജ്യം വന്നതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, യേശു കർത്താവിനെ വിളിക്കുന്നത് ഒക്കെ. ഹാല്യ. ഇന്ന് ദൈവരാജ്യം നമ്മളുടെ അകത്ത് ഉള്ളത് കാരണം വേറൊരു രാജ്യത്തിനും വാഴാൻ പറ്റത്തില്ല, ഇരുട്ടിന് വാഴാൻ പറ്റത്തില്ല, പൈശാചിക ശക്തികൾക്ക് നമ്മളെ കീഴടക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിനകത്ത് ദൈവം മാത്രമേ അധികാരത്തിൽ ഇരിക്കത്തുള്ളൂ. ഹാലലൂയ. സ്തോത്രം. ഇന്ന് പൂർണ്ണ അധികാരവും പൂർണ്ണ ശക്തിയും എല്ലാ ആധിപത്യവും യേശുവിന് മാത്രം കൊടുക്കണം. ഹാലലൂയ. യേശുവിനെ മാത്രം ഉയർത്തണം. ഒരു രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് വേറെ ഒന്നിനെയും ഉയർത്തത്തില്ല, രാജാവിനെ മാത്രമേ ഉയർത്തത്തുള്ളൂ. സ്തോത്രം. ഹാലലൂയ. ഒരു ദേശം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് പാർട്ടിയെ, ഹാലലൂയ, ആ ഗവൺമെൻറ്റിനെ മാത്രമേ ഉയർത്തത്തുള്ളൂ. ആ ഗവൺമെൻറ്റിൻ്റെ നന്മ മാത്രമേ പറയത്തുള്ളൂ, മറ്റേ ഒന്നിനെയും കുറിച്ചും പറയത്തില്ല. ഹാലലൂയ. ഇന്ന് വാഴ്ത്തി പുകഴ്ത്താനുണ്ടെങ്കിൽ യേശുവിനെ മാത്രം വാഴ്ത്തി പുകഴ്ത്തണം, വേറെ ഒന്നും പറയാൻ നിൽക്കല്ലേ. ഹാലലൂയ. ഇന്ന് പാട്ടുകളും സ്തോത്രങ്ങളും, ഹാലലൂയ, തുള്ളിച്ചാടി സന്തോഷിച്ച് ദൈവരാജ്യത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേ നിൽക്കണം, വേറെ ഒന്നും പറയല്ലേ. എനിക്ക് അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, അല്ലെങ്കിൽ ദാണ്ട് പിശാച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നോ നോ നോ, വേറെ ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. രാജ്യം ഭരിക്കുന്ന രാജാവിനെ വാഴ്ത്തണം. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിനകത്ത് വാഴുന്നത് കർത്താവാ, ഞാൻ യേശുവിനെ മാത്രം ഉയർത്തും. ഹല്ലേലൂയ. അപ്പം ദൈവരാജ്യത്തിനെ സമീപിച്ചിരിക്കുന്ന ഒരു ഒളിഞ്ഞു കിടക്കുന്ന നിധി പോലെയാ. സ്തോത്രം. ഇന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ദൈവരാജ്യം ഒരു നിധിയാ. ഹല്ലേലൂയ. എത്ര വില കൊടുത്താലും കിട്ടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഒരുവൻ വില കൊടുത്തത് കൊണ്ട് ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും സൗജന്യമായി ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗം നമ്മളുടെ ജീവിതത്തിനകത്ത് വന്നിരിക്കുന്നത് ഒരുവൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട്. സ്തോത്രം. എന്നാ വലിയ നിധിയാ. എന്ന് പറഞ്ഞ് ഞാൻ ഈ വലിയ നിധി, ദൈവരാജ്യമായ നിധി, ഞാൻ വേറെ ഒന്നിനും വേണ്ടി ഞാൻ മാറ്റത്തില്ല. ഐ വിൽ നോട്ട് എക്സ്ചേഞ്ച് ഇറ്റ്. ഞാൻ വേറെ ഒന്നിനും വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യത്തില്ല ദൈവരാജ്യം. ഹല്ലേലൂയ. അത്ര വലിയ നിധിയായി. ഈ മനുഷ്യനെ കണ്ടോ? അയാൾക്കുണ്ടായിരുന്ന സകലത്തിനെ അയാൾ വിറ്റേച്ച് ആ വയൽ മേടിച്ചു. എന്താന്ന് വെച്ചാൽ ആ വയലിനകത്ത് സ്വർഗരാജ്യം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു, ആ വലിയ നിധി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഓരോ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ, ലോകത്തിൻ്റെ താല്പര്യങ്ങൾ, ചിലപ്പം സോഷ്യൽ മീഡിയ ആയിരിക്കാം, യൂട്യൂബ് ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം, കൂട്ടുകാരോട് വെറുതെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം, വെറുതെ തെക്കും വടക്കും നടന്ന് സമയം കളയുന്നതായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നോവൽ വായിക്കുന്നതായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെയൊക്കെ ഇന്ന് ട്രേഡ് ചെയ്യണം. ഹല്ലേലൂയ. ട്രേഡ് ചെയ്ത് അതിനെ വിറ്റ് കളഞ്ഞേച്ച് ഹല്ലേലൂയ ദൈവരാജ്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നൊന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിനകത്ത് ദൈവരാജ്യത്തിന് എതിരായി നിൽക്കുന്ന സകലത്തിനെയും ഞാനിന്ന് വിറ്റ് കളയുക, ഞാനിന്ന് ഇതിനെ ട്രേഡ് ചെയ്യുക. അല്ലേ? ആ മനുഷ്യൻ അതാ ചെയ്തത്. അയാൾ ട്രേഡ് ചെയ്തു. അയാൾക്കുണ്ടായിരുന്ന സകല നിധികളെയും കൊണ്ട് അയാൾ വിറ്റ് കളഞ്ഞേച്ച് അയാൾ ആ വയലിനെ മേടിച്ചു. എന്നുവെച്ചാൽ വയലിനകത്ത് സ്വർഗരാജ്യം
സ്വർഗരാജ്യം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് ഏറ്റവും വലിയ നിധിയ സ്വർഗരാജ്യം. 45-ാം തിരുവചനം പറയുന്നു, ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് എ മെർച്ചന്റ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ചോയ്സ് പേൾസ്. ഒന്ന് വായിച്ച 45. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. ആമേൻ. അപ്പൊ ആരെ പോലെ? ദൈവരാജ്യം ഒരു വ്യാപാരിയെ പോലെ. അയാളുടെ കയ്യിലുള്ളതെല്ലാം വിറ്റ് അയാളുടെ കയ്യിലുള്ളതെല്ലാം പണമെല്ലാം ചെലവാക്കി അയാൾ ഏറ്റവും നല്ല പേളിനെ തെരഞ്ഞെടുക്കുക. സ്തോത്രം. ഹല്യ. ഇന്ന് സ്വർഗത്തിലെ അപ്പ സ്വന്തം മടിയിലിരുന്ന് ഹല്യ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്തു. ഹല്യ. വിറ്റ് കളഞ്ഞു. എന്തിനാ? നമ്മളെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുവാൻ. ഹല്യ. ദൈവരാജ്യത്തിനെ കുറിച്ച് പറയുന്നു, ദൈവരാജ്യം ഒരു മേർച്ചൻറ്റിനെ പോലെയാ, ഒരു വ്യാപാരിയെ പോലെയാ. ഹല്യ. വ്യാപാരി എന്ത് ചെയ്തു? വ്യാപാരി ഏറ്റവും വില മതിപ്പുള്ള പളുങ്കുകൾ തപ്പി നടന്നു, പേൾസ് തപ്പി നടന്നു. ഹല്ലിയ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പേളിനെ കണ്ടുപിടിച്ചപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം വിറ്റേച്ച് ഈ പേളിനെ വാങ്ങിച്ചു. ദൈവരാജ്യം എന്ന് പറയുന്ന നമ്മളെ പോലത്തെ ആൾക്കാരെ തപ്പി നടന്ന് നമ്മളെ കിട്ടിയപ്പോൾ ഹല്ലിയ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ വിലയായി കൊടുത്തു. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ ഓരോരുത്തരും പളുങ്കുകളാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും പേൾസ്, വില മതിക്കാൻ പറ്റാത്ത ചോയ്സ് പേൾസ്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് എ മെർച്ചന്റ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ചോയ്സ് പേൾസ്. വെൻ ഹി ഡിസ്കവർഡ് എ പേൾ ഓഫ് ഗ്രേറ്റ് വാല്യൂ ഹി സോൾഡ് എവറിത്തിങ് ഹി ഓൺഡ് ആൻഡ് ബോട്ട് ഇറ്റ്. ഹല്ലിയ. നമ്മളെ വിലയ്ക്ക് മേടിച്ചതാ. നമ്മൾ ഓരോരുത്തരും നിധികളാ. ഹല്ലിയ. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വ്യാപാരി വന്ന് നമ്മളെ ഓരോരുത്തരെയും നോക്കിയപ്പം പറഞ്ഞു, ഓ ഇവരൊക്കെ കൊള്ളാം. ഓ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും കൊള്ളാത്തപ്പം തന്നെ സ്വർഗം പറഞ്ഞു, ഇവരൊക്കെ കൊള്ളാം, ഇവരൊക്കെ നല്ലത്. സ്വർഗത്തിൻ്റെ കയ്യിൽ ആകെ ഒരു കാര്യമേ ഉള്ളായിരുന്നു, യേശു കർത്താവ് മാത്രമേ ഉള്ളായിരുന്നു. തൻ്റെ മടിയിലിരുന്ന് പുത്രനെ വിലയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഈ നിധി വേണമെന്ന്. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിച്ചു. ദിസ് കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ലൈക്ക് എ മെർച്ചന്റ്, ഒരു വ്യാപാരിയെ പോലെ. ഒടുവിൽ പറയുന്നു, 47 പറയുന്നു, ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ലൈക്ക് എ ഫിഷിംഗ് നെറ്റ് ദാറ്റ് വാസ് ത്രോൺ ഇൻ ടു ദ വാട്ടർ ആൻഡ് കോട്ട് ഫിഷ് ഓഫ് എവറി കൈൻഡ്. എന്ന് വായിച്ച്. പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്ന എല്ലാ വക മീനും പിടിക്കുന്നതും പോലത്തെ ഒരു വലയെ പോലെ. ഹല്ലേലൂയ. യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്ന ഒരു വലയെ പോലെ ആക്കി തീർക്കാം, അല്ലെ? നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർക്കാം, അല്ലെ? മനുഷ്യനെ പിടിക്കുന്നത് എങ്ങനെയാ? മീനിനെ പിടിക്കുന്ന പോലെ വലയിട്ടെറിഞ്ഞാൽ പിടിക്കുന്നത്. അപ്പം പത്രോസിനോട് പറയുന്നു, പത്രോസെ ഞാൻ നിന്നെ ഒരു മീൻ വലയാക്കാമെന്ന് പറയുമായിരുന്നു. ലോകത്തുള്ള മനുഷ്യരെ പിടിക്കാൻ വേണ്ടി ഞാൻ നിന്നെ ഒരു വലയാക്കി തീർക്കാം. അപ്പം ദൈവരാജ്യത്തിനെ കുറിച്ച് പറയുന്നു, ദൈവരാജ്യം ഒരു മീൻ വലയെ പോലെയാണെന്ന്. ഹല്ലിയ. എല്ലാവരെയും കയറി പിടിക്കുക. സ്തോത്രം. കയറി പിടിച്ച് ദൈവരാജ്യത്തിനകത്ത് കയറ്റുക. ഇന്ന് ഈ വചനങ്ങൾ കേൾക്കുമ്പം മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ കയ്യും കാലും കണ്ണും മൂക്കും ചെവിയും ബുദ്ധിയും ഒക്കെയാണ്. നാം ചലിക്കുന്നിടത്ത് ദൈവരാജ്യം ചലിക്കുക. നാം സംസാരിക്കുന്നത് ദൈവരാജ്യം സംസാരിക്കുക. നമ്മൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യുമ്പോൾ ദൈവരാജ്യം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക. ഹല്ലിയ. എന്താ? നമ്മൾ അംബാസഡേഴ്സാ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാ. ഹല്ലേലൂയ. ഈ രാജ്യത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അംബാസഡർ ഏതെങ്കിലും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുവാണെങ്കിൽ ആ രാജ്യം കൊടുക്കുന്നതും വാങ്ങുന്നതും പോലെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എത്ര കാര്യങ്ങളുമായിട്ട് ദൈവരാജ്യത്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നു. ഒരു കൃഷിക്കാരനെ പോലെ, ഒരു മീൻ വലയെ പോലെ, ഒരു വ്യാപാരിയെ പോലെ, ഒരു ഈസ്റ്റിനെ പോലെ ഒക്കെ ഇന്ന് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയി തീരേണ്ടവരാ. ഹല്ലിയ. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഏതെങ്കിലും ഒരു ആത്മാവിനെ കണ്ടാൽ അവരോട് ചെന്ന് സംസാരിച്ച് അവരെ ദൈവരാജ്യത്തിനകത്തേക്ക് വലിച്ചു കയറ്റി അവരെ പുളിപ്പുള്ളവരാക്കി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി ഹല്ലിയ സ്വർഗരാജ്യത്തിനെ കെട്ടിപ്പണിയാൻ വേണ്ടിയാ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലിയ. ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം ഒന്ന് ധ്യാനിച്ച് ഹല്ലിയ ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ എന്നെ ഈ ദൈവരാജ്യത്തിൻ്റെ കൊള്ളാവുന്ന പാത്രങ്ങളാക്കി തീർക്കണം. സ്വർഗം എന്നെ നിറച്ച് എൻ്റെ കഷ്ടതകളെല്ലാം മാറ്റി എനിക്കൊരു നല്ല വീട് പണിഞ്ഞ് എൻ്റെ മക്കളെ കല്യാണം കഴിച്ച് ഞാൻ സുഖമായി സ്വസ്ഥമായി
പോയിട്ട് 80 വയസ്സ് 90 വയസ്സ് ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരുന്ന് ആരോഗ്യത്തോടെ ഇരുന്ന് വീർത്ത് കെട്ടിയിരിക്കാൻ വേണ്ടിയല്ല നമ്മളെ ആരെയും വിളിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ടാൽ നമുക്ക് ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. നിങ്ങൾ നിൽക്കുന്ന കഷ്ടതകൾക്കകത്ത് നിന്ന് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റൊരു വ്യക്തിയെ ഒന്ന് പുളിപ്പിക്കുക, മറ്റൊരു വ്യക്തിയെ ദൈവരാജ്യത്തിൻ്റെ നന്മ പറഞ്ഞു കൊടുക്കുക, മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമാകുക. അല്ലേ, ഒന്ന് വ്യാപാരം ചെയ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവെന്ന് വലിയ ദൗത്യത്തിനകത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതൊന്ന് പറഞ്ഞേ, ഞാൻ ദൈവരാജ്യം, എന്നിലൂടെയാണ് ദൈവരാജ്യം ചലിക്കുന്നത്. അല്ലേ, ഞാനൊരു നല്ല കൃഷിക്കാരനാകാം, ഞാനൊരു നല്ലൊരു വലയാകാം. അല്ലേ, ഞാൻ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടാം. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വ്യാപാരം ചെയ്യാൻ ആഗ്രഹമുള്ളവരെ ഇന്ന് കർത്താവിൻ്റെ ആത്മശക്തിയാൽ നിറച്ച്, ഹല്ലേലൂയ, കർത്താവ് ചിലവരുടെ കാലുകൾക്ക് തീ കത്തുന്ന ഒരു അനുഭവം കൊടുത്ത്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുടുംബങ്ങൾക്കകത്ത് ഈ ദൈവരാജ്യത്തിൻ്റെ ഈ മർമ്മങ്ങൾ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. വചനം വെളിച്ചമായി തീർന്ന്, വചനം ശക്തിയായി തീർന്ന്, ഹല്ലേലൂയ, അനേകരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിറയ്ക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.